നമസ്കാരം. മർമ്മ ചികിത്സയിൽ വളരെ ഫലം ചെയ്യുന്ന ചില ഔഷധങ്ങളാണ് ഈ നീറ്റുമരുന്നുകളെന്ന് പറയുന്നത്. അപ്പോൾ നീറ്റുമരുന്നുകൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ലോഹങ്ങളും പാഷാണങ്ങളും മാത്രമല്ല, അതിന് വേണ്ടിയിട്ട് നമ്മൾ നാച്ചുറലായിട്ടുള്ള ചില സ്റ്റോൺസും അല്ലെങ്കിൽ നമ്മൾ കാണുന്ന കല്ല് വർഗത്തിൽപ്പെടുന്ന രത്നവർഗത്തിൽപ്പെടുന്ന ഇത്തരം ഔഷധങ്ങളും നമ്മൾ ഔഷധമായിട്ട് എടുക്കാറുണ്ട്. അപ്പം നമ്മുടെ കണ്ണിൽ ഇത് ഔഷധമാണ്. സാധാരണ അത് കാണുമ്പോഴത്തേക്ക് അത് കല്ലുകളോ അല്ലെങ്കിൽ മണ്ണോ ഒക്കെ ആയിട്ട് തോന്നും. എങ്കിൽ തന്നെയും അതിൻ്റെതായിട്ടുള്ള പ്രത്യേക ഔഷധ മൂല്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ ശാസ്ത്രീയമായ ഗ്രന്ഥങ്ങളിൽ. നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന ഒന്നാണ് സ്ഫടികം എന്ന് പറയുന്നത്. സ്ഫടികം നമുക്ക് അത് മർമ്മ ചികിത്സയിൽ ഉപയോഗിക്കുന്ന പോലെ തന്നെ അതൊരു രത്നവും കൂടെയാണ്, നമുക്കറിയാമല്ലോ. അപ്പം ഈ രത്നം ഉപയോഗിക്കുന്നതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ സ്പിരിച്വലായിട്ടുള്ള ഗുണങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഔഷധ മൂല്യവും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇത് കണ്ടാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ഇതിപ്പോൾ 2 തരത്തിലുള്ള നാച്ചുറൽ ക്രിസ്റ്റൽ സ്റ്റോണാണ്. അപ്പം നമ്മളിത് ഔഷധത്തിന് ഉപയോഗിക്കുന്ന ഒരു ക്വാളിറ്റിയാണ്. ഇതിന് നമ്മൾ ഭസ്മം ആക്കും. ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ശരീരത്തിൽ അബ്സോർബ് ചെയ്യുന്ന ഭസ്മരൂപത്തിലേക്ക് ഇതിനെ കൊണ്ടുപോകും. അപ്പം ഇത് ശരീരത്തിന് ശീതഗുണമാണ്, ശരീരം തണുപ്പിക്കുന്ന ഗുണമാണ് ഇതിന് പൊതുവെ ഉള്ളത്. കഫവർദ്ധകമാണ്. അതുപോലെ തന്നെ 3 ദോഷങ്ങളിലും പ്രവർത്തിക്കുന്ന ഒരു ഔഷധം കൂടെയാണ്. അതുകൊണ്ട് തന്നെ ഇതിന് വളരെ പ്രധാനമായിട്ട് നമ്മൾ ഇതിൻ്റെ ഗുണം പറയുമ്പോൾ കൃത്യമായി ഉപയോഗിക്കുകയാണെങ്കിൽ ധാരാളം ചികിത്സകളിൽ ഈ ഔഷധം തന്നെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ഇത്തരം സ്റ്റോൺ വെറൈറ്റീസിൽ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റ് ചില കല്ലുകൾ കൂടെ ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്നത് ഇത് കിട്ടക്കല്ല. കിട്ടക്കല്ലെന്ന് പറയുന്നത് നമ്മൾ നാച്ചുറൽ ഇരുമ്പ് സോഴ്സാണ്. 100 1000 കൊല്ലമൊക്കെ പഴക്കമുള്ള കല്ലാണ്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു മരുന്നാണ്. ജനറലായിട്ട് നമുക്ക് ശരീരത്തിലെ HB, രക്തക്കുറവ്, അനീമിയ, ഇത്തരം കണ്ടീഷനിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതുപോലെ രക്തസംബന്ധമായിട്ടുള്ള ഏത് രോഗങ്ങൾക്കും ഈ ഔഷധം കിട്ടക്കല്ല് വളരെ പ്രധാനമാണ്. മലയാളത്തിൽ കിട്ടം എന്ന് പറയും, സംസ്കൃതത്തിൽ മണ്ടൂലോ എന്നാണ് പറയുന്നത്, തമിഴിൽ പറഞ്ഞ കിട്ടക്കല്ല് എന്നൊക്കെ തന്നെയാണ് പറയുന്നത്. കിട്ടമാകാൻ 100 മുതൽ 1000 വർഷം വരെയാണ് അതിൻ്റെ ഒരു കാലാവധി എന്ന് പറയുന്നത്. ഈ കാണുന്നത് കടൽ നുരയാണ്. ഇത് കടലിൽ നിന്ന് കിട്ടുന്ന ഒരു കല്ലാണ്. നാച്ചുറൽ കാൽസ്യമാണ്. സ്ഫടികം എന്ന് പറയുന്നത് സിലിക്കയാണ്, അലുമിനിയം സിലിക്കേറ്റ് എന്ന് പറയുന്ന അതിൻ്റെ നാച്ചുറൽ ഫോം എന്ന് തന്നെ പറയാം. ഇത് കാൽസ്യം തന്നെയാണ്, കാൽസ്യത്തിൻ്റെ ഓക്സൈഡ് ഫോർമുലാസാണ്. അപ്പം നമ്മൾ ജനറലി ഇതിൻ്റെ പിഷ്ടി എന്ന് പറയും, പിഷ്ടിയായിട്ട് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഭസ്മമായിട്ടും ചെയ്ത് ഉപയോഗിക്കും. ഏറ്റവും ഗുണമുള്ളത് ഭസ്മമായിട്ട് ചെയ്യുന്നതാണ്. ഇതിനെ സിദ്ധവൈദ്യപ്രകാരം നമ്മൾ ചുന്നമാക്കി ഉപയോഗിക്കും. ചുന്നം എന്ന് പറയുന്നത് അതിനെ ഒരു ആൽക്കലിക് ഫോമിലേക്ക് പൗഡർ ഫോമാക്കി മാറ്റിയെടുക്കുന്ന രീതിയാണ്. സ്ഫുടം മെത്തേഡാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ സ്ഫുടം ചെയ്യുന്ന മെത്തേഡിലാണ് ഈ പറയുന്ന ചുന്നം ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ചുന്നവുമാക്കാം, ഭസ്മമാക്കാം. ഇത് തന്നെ നേരെ ആയുർവേദത്തിൽ വരുമ്പോൾ നമുക്ക് ചുന്നം എന്ന് പറയുന്ന ഒരു സങ്കല്പം അതിനകത്തില്ല. അപ്പോൾ അവിടെ നമ്മൾ പറയുന്നത് ഇതിൻ്റെ ഭസ്മത്തിനെ കുറിച്ചാണ്. ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള പൗഡർ നമ്മൾ സ്ഫുടം മെത്തേഡ് വഴി എടുക്കുന്നതിന് ഭസ്മീകരണം എന്ന് തന്നെയാണ് പറയുന്നത്. ഞാൻ 3 വെറൈറ്റി സ്റ്റോൺസിനെ ഇവിടെ പരിചയപ്പെടുത്തി. പ്രധാനമായിട്ട് സ്ഫടികം, മണ്ടൂരം എന്ന് പറയുന്നത്, പിന്നെ കടൽ നുര. ഇത് ധാരാളം കഥകളൊക്കെ ഉള്ളതാണ്. ഈ കടൽ നുര എന്ന് പറയുന്നത് നമ്മൾ രാമസേതു കെട്ടുന്ന സമയത്ത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന കല്ലിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പം അതിൽ ഉപയോഗിച്ചെന്ന് പറയപ്പെടുന്ന കല്ലാണ് ഈ കടൽ നുര എന്ന് പറയുന്നത്. നാച്ചുറലായിട്ടുണ്ടാകുന്ന ഈ കോറൽ റൂട്ട്സാണ്. കോറലിൻ്റെ റൂട്ട് ഭാഗമായിട്ട് വരുന്നതാണ്. ധാരാളം വർഷം എടുത്തിട്ടാണ് ഈ ഇത്തരം ഈ റൂട്ട് ഉണ്ടാവുന്നത്. ഒരുപാട് ജീവികളുടെ ഫോസിൽ ശേഖരം എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പം ഇത് ധാരാളം അറകളുള്ളതാണ്, വായു അറകൾ നിറഞ്ഞ ഒരു സ്റ്റോണാണ്. അപ്പോൾ ഇത് പൊട്ടി വരുന്നത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നതായിട്ട് നമുക്ക് കാണാം.
ഇത് പ്രധാനമായിട്ടും നമ്മൾ കളക്ട് ചെയ്യുന്നത് രാമേശ്വരം ഭാഗത്തൊക്കെ ഇത്തരം കല്ലുകൾ ധാരാളമായിട്ട് ലഭ്യമാണ്. അപ്പം അതിൻ്റെ തന്നെ പല വെറൈറ്റീസ് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. ഔഷധ ഗുണം ഏറ്റവും കൂടുതലുള്ള ഒരു വെറൈറ്റിയാണ് നിങ്ങൾ ഈ കാണുന്നത്, ഈ വരിക്കുള്ളത്. അപ്പം ഇതിൻ്റെ അകത്ത് തന്നെ ഇരിക്കുന്ന ഉണ്ടാകുന്ന ഒരു ഓസിലൈസ്ഡ് സ്റ്റോൺ എന്ന് തന്നെയാണ് നമുക്ക് കോറലിനെ പറയാം, പവിഴം എന്ന് പറയും. അപ്പോൾ പവിഴപ്പുറ്റിൻ്റെ വേറൊരു ഭാഗം ആണ്, അതിൻ്റെ റൂട്ടാണ്, അതിൻ്റെ ഏറ്റവും കടലിനകത്തിരിക്കുന്ന ഒരു ഭാഗമാണ് ഈ കല്ലെന്ന് പറയുന്നത്.